അതേസമയം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ലൈംഗിക ചൂഷണ ആരോപണങ്ങൾ നിൽക്കുന്നത്, പല വെളിപ്പെടുത്തലുകളും വരുന്നത്. അപ്പോൾ അതിലെല്ലാം സംസ്ഥാന സർക്കാർ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ ചുമതലപ്പെടുത്തി രൂപീകരിച്ചിരുന്നു. സംഘത്തിൻ്റെ ആദ്യ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും എന്ന പ്രത്യേകത കൂടി, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രാധാന്യം ഇതുമായി ബന്ധപ്പെട്ട് കൂടിയുണ്ട്. ഷീജയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഷീജ, ഗുഡ് മോർണിംഗ്. അതിൽ വളരെ പ്രധാനപ്പെട്ട വനിതാ IPS ഉദ്യോഗസ്ഥരുണ്ട്. ADGPക്കാണ് അന്വേഷണത്തിൻ്റെ ഈ സംഘത്തിൻ്റെ ആകെ മേൽനോട്ടം. ഇങ്ങനെയൊക്കെയുള്ളൊരു വിപുലമായ കേരളത്തിലെ പോലീസ് സംഘത്തിൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള വിപുലമായ സംഘമാണ്. അതുകൊണ്ട് തന്നെ ഈ വെളിപ്പെടുത്തൽ നടത്തിയ ആളുകൾക്കൊക്കെ ചെല്ലാനും അവർക്ക് അഭിപ്രായം പറയാനും ഓരോരുത്തരുടെയും മൊഴിയെടുക്കാനും FIR ഇടാനും ഒക്കെ കഴിയുന്ന തരത്തിലേക്ക് ആ സംഘത്തിന് ഈ പരാതിയോ വെളിപ്പെടുത്തലോ ഒക്കെ പറഞ്ഞവരെ. അപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഷീജ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, ആ റിപ്പോർട്ട് എന്നുള്ളതല്ല, റിപ്പോർട്ട് ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ നടത്തിയിട്ടുള്ള പുറത്തു വന്നിട്ടുള്ള വെളിപ്പെടുത്തലുകൾ, അതല്ലേ ഈ അന്വേഷണ സംഘത്തിന് മുമ്പാകെ വരുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നുള്ള കാര്യത്തിലെ അന്വേഷണം എന്നുള്ളത് ഹൈക്കോടതിയാണ് ഇനി തീരുമാനിക്കേണ്ടത്. ഹൈക്കോടതിയിലേക്കാണ് ആ റിപ്പോർട്ട് എത്തിയിട്ടുള്ളത്. ഇതിനെ രണ്ടിനെയും ആ നിലയിൽ തന്നെ വേർതിരിച്ച് കാണണ്ടേ? പലപ്പോഴും ആളുകൾക്ക് ആ വ്യത്യാസം മനസ്സിലാകാതെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അന്വേഷണം എന്ന നിലയിലേക്ക് അതിനെ പറയുന്നതും കാണുന്നുണ്ട്. ആ വ്യത്യാസം കൂടി ശ്രദ്ധിക്കേണ്ടതല്ലേ? ഗുഡ് മോർണിംഗ് ശരത്. ഏതായാലും ശരത് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇത് ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ സർക്കാർ രൂപീകരിച്ചിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉള്ള കണ്ടെത്തലുകൾ അതിനെ കുറിച്ച് അന്വേഷിക്കുവാനല്ല, മറിച്ച് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നിരവധി സ്ത്രീകൾ, പ്രത്യേകിച്ചും സിനിമാ മേഖലയിലുള്ള നിരവധി സ്ത്രീകളാണ് തങ്ങൾക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾ, അത് മാധ്യമങ്ങൾക്ക് മുന്നിലൂടെ ആകട്ടെ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ ആകട്ടെ ഒക്കെ പറയുവാൻ വേണ്ടി അതിനുള്ളൊരു ധൈര്യം കാണിച്ച് രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായി. ഈ ഒരു പശ്ചാത്തലത്തിൽ അവരുടെ മൊഴി ശേഖരിച്ചുകൊണ്ട് പ്രത്യേകിച്ചും അവരെ ഈ പ്രത്യേക അന്വേഷണ സംഘം ബന്ധപ്പെടുന്നതായിരിക്കും. ഈ പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അവരുടെ പരാതിയിന്മേൽ കേസെടുത്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കണ്ടെത്തലുകളുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അത് നിലവിലിപ്പോൾ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ്. അതോടൊപ്പം തന്നെ ഇതിലെ നിലവിൽ നമുക്ക് മൊഴികൾ മാത്രമാണുള്ളത്. ആരുടെ മൊഴികളാണ് എന്നത് സംബന്ധിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നില്ല. അത് അത്രത്തോളം സ്വകാര്യത നിലനിൽക്കുന്ന ഒരു റിപ്പോർട്ട് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഇനിയിപ്പോൾ കോടതിയിൽ സംസ്ഥാന സർക്കാർ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായും സമർപ്പിക്കുന്നുണ്ട്. അതിൽ ഈ പറയുന്നത് പോലെ തന്നെ പുറത്തുവിടാത്ത, സ്വകാര്യതയെ ബാധിക്കുന്ന പുറത്തുവിടാത്ത പേജുകൾ ഉൾപ്പെടെ ചേർത്താണ് ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നത്. അതിനുശേഷം കോടതിയുടെ തീരുമാനത്തിന് വിധേയമായിട്ടായിരിക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള തുടർ നടപടികൾ ഉണ്ടാകുക. പക്ഷേ അതിന് സമാന്തരമായി തന്നെ സംസ്ഥാനത്ത് ഉയർന്നു വരുന്ന പരാതികളിൽ കൃത്യമായ രീതിയിലുള്ള അന്വേഷണം ഉറപ്പാക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണ് മുഖ്യമന്ത്രി നൽകിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ ഈ ഒരു അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ പ്രത്യേക യോഗം ചേരുന്നുണ്ട്. എല്ലാ ഉദ്യോഗസ്ഥരും ഇതിനുള്ളിലുള്ള ഏഴംഗ സംഘമാണുള്ളത്. മേൽനോട്ടം ADGP H വെങ്കടേഷിനുമാണ്. അതിൽ 4 വനിതാ ഉയർന്ന IPS ഉദ്യോഗസ്ഥരുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. കാരണം ഈ വനിതാ ഉദ്യോഗസ്ഥരായിരിക്കും പരാതിക്കാരെ അല്ലെങ്കിൽ ഈ വെളിപ്പെടുത്തൽ നടത്തിയവരെ ഫോണിൽ ബന്ധപ്പെടുക, തുടർന്ന് അവരിൽ നിന്നും പരാതിയുമായി മുന്നോട്ട് പോകുന്നുണ്ടോ എന്നുള്ള കാര്യം തിരക്കുന്നതായിരിക്കും. ഇതിനകം 3 പേർ പരാതിയുമായി മുന്നോട്ട് പോകാൻ തയ്യാറാണ് എന്നുള്ളതാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ള വിവരമെന്ന് പറയുന്നത്. ആ രീതിയിൽ ഓരോ വ്യക്തികളെയും നേരിട്ട് വനിതാ ഉദ്യോഗസ്ഥർ തന്നെയായിരിക്കും ബന്ധപ്പെടുക. പരാതിയുമായി മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ അവരിൽ നിന്ന് മൊഴിയെടുക്കുന്നതടക്കമുള്ള കാര്യങ്ങളും വനിതാ ഉദ്യോഗസ്ഥർ തന്നെയായിരിക്കും നടക്കുക. അവരുടെ ഒരു സ്വകാര്യതയൊക്കെ മാനിച്ചുകൊണ്ടാണ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിട്ടുള്ളത്. ആ രീതിയിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകും. ഏതായാലും തലസ്ഥാനത്ത് ഇന്നിപ്പോൾ ഈ അന്വേഷണ സംഘത്തിലെ മുഴുവൻ ഉദ്യോഗസ്ഥരും ഇല്ല. അതുകൊണ്ട് തന്നെ രാവിലെ ഏകദേശം 11 മണിയോടുകൂടി ഇതിൻ്റെ ഒരു യോഗം ചേരാനാണ് നിലവിൽ ആലോചിക്കുന്നത്. ഉള്ളവർ തിരുവനന്തപുരത്ത് നിന്നും അതോടൊപ്പം തന്നെ മറ്റുള്ളവർ ഓൺലൈനായും ചേർന്നുകൊണ്ട് അന്വേഷണ സംഘത്തിൻ്റെ ആദ്യ യോഗം ചേർന്ന് ഏതൊക്കെ രീതിയിൽ ഈ അന്വേഷണം വ്യാപിപ്പിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതായിരിക്കും ശരത്. ശരി ഷീജ, വളരെ പ്രധാനപ്പെട്ട ഒരു സംഘത്തെയാണ്, പോലീസ് സംഘത്തെയാണ് ഷീജ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന സർക്കാർ രൂപീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ ആദ്യ യോഗം ഇന്ന് ചേരാൻ പോകുന്നു എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്, ഒരു പ്രധാനപ്പെട്ട നീക്കമാണ്. ഷീജയാണ് അതിൻ്റെ വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്.